പാതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തകൃഷ്ണന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. വൈകിട്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. തട്ടിപ്പിൽ ഉൾപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സായിഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ കെ.എൻ. ആനന്ദകുമാറിനെതിരെ ഇന്ന് മറ്റൊരു കേസ് കൂടി എടുത്തേക്കുമെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹൻ ആന്റണി ചേരുകയാണ്. സഹൻ, എന്തായാലും അനന്തകൃഷ്ണന്റെ തെളിവെടുപ്പ് പല ഭാഗങ്ങളിലായി പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം ചോദ്യം ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. രുചീഷ്, പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡി കാലാവധി ഇന്ന് പൂർത്തിയാകുമ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ അനന്തകൃഷ്ണന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ഇന്നലെ തന്നെ അനന്തകൃഷ്ണൻ കൃത്യമായ സൂചനകൾ നൽകിയിരുന്നു. രാഷ്ട്രീയക്കാർക്ക് താൻ പണം നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു സൂചന അനന്തകൃഷ്ണൻ നൽകിയിരുന്നു. മാത്രമല്ല, ആനന്ദ്കുമാർ, സായിഗ്രാം ട്രസ്റ്റിന്റെ ചെയർമാനായിട്ടുള്ള ആനന്ദ്കുമാർ 2 കോടി രൂപ വാങ്ങിയെന്നാണ് അനന്തകൃഷ്ണൻ പറഞ്ഞിരുന്നത്. ഇതിൻ്റെ എല്ലാം കൂടുതൽ വിശദാംശങ്ങൾ ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മാത്രമല്ല, പോലീസ് കൃത്യമായ പരിശോധനയും ഒപ്പം തന്നെ കൃത്യമായ തെളിവെടുപ്പും പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. കൂടുതൽ കാര്യമായി തന്നെ അനന്തകൃഷ്ണനെ പോലീസിനെ ചോദ്യം ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തു വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. സംസ്ഥാനം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പുകൾ 800 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇതിൽ തന്നെ അനന്തകൃഷ്ണൻ പല ആളുകൾക്കും പണം നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ CPM-ന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ഇക്കാര്യങ്ങൾ തുറന്നു പറയേണ്ടതായി വന്നു. തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് പണം വാങ്ങേണ്ടി വന്നിരുന്നു എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരുന്നു. മാത്രമല്ല, ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള ആളുകൾക്ക് പണം നൽകിയിട്ടുണ്ടെന്നാണ് അനന്തകൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ എൻ രാധാകൃഷ്ണനോ ലാലി വിൻസെന്റിനോ പണം നൽകിയിട്ടില്ല എന്നും അനന്തകൃഷ്ണൻ പറയുകയുണ്ടായി. കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾക്ക് ആർക്കെല്ലാം ഇയാൾ പണം നൽകിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി തന്നെ പരിശോധന നടത്തേണ്ടതാണ്. എന്തായാലും അത് സംബന്ധിച്ച് കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അനന്തകൃഷ്ണൻ സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ തട്ടിപ്പിൽ അനന്തകൃഷ്ണനെ മാത്രമേ പോലീസ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇനി ആനന്ദ്കുമാറാണ് ഇതിൻ്റെ എല്ലാ സൂത്രധാരൻ. സായി ട്രസ്റ്റ് ചെയർമാനായിട്ടുള്ള ആനന്ദ്കുമാർ ഇതിൻ്റെ സൂത്രധാരൻ എന്നുള്ള കാര്യമാണ് അനന്തകൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇത് ഒരു തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി എല്ലാ NGO-കളെയും ചേർത്തുകൊണ്ട് ഒരു വലിയ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ആ ഗ്രൂപ്പ് വഴിയാണ് പിന്നീട് പണം കണ്ടെത്താൻ ആനന്ദ്കുമാർ വാഗ്ദാനം നൽകിയിരുന്നത്. അങ്ങനെ CSR ഫണ്ടൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ അതിൻ്റെ ഭാഗമായി 2 കോടിയോളം രൂപ ആനന്ദ്കുമാർ വാങ്ങിയിരുന്നതായി. അതാണ് സഹിൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനന്തകൃഷ്ണനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് ചെയ്തതും പിന്നീട് ഈ തെളിവെടുപ്പൊക്കെ നടത്തുന്നതും. ആനന്ദ്കുമാറിനെതിരെ കണ്ണൂരിലൊരു കേസിൽ രജിസ്റ്റർ ചെയ്തെങ്കിൽ കൂടി മറ്റ് കേസുകളിൽ വലിയ തരത്തിലാണ് തട്ടിപ്പ് നടന്നത്. അത് 1 ലക്ഷത്തിലധികം ആളുകളിലേക്ക് പോകുന്ന തരത്തിലേക്ക് തട്ടിപ്പിന്റെ വ്യാപ്തിയുണ്ട്. പക്ഷേ പലരും പറയുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് ആനന്ദ്കുമാറാണ് ഈ കേസിൽ അനന്തകൃഷ്ണനെ തങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് എന്ന് പോലും ലാലി വിൻസെന്റ് അടക്കമുള്ള ആളുകൾ പറയുന്നു. എന്നിട്ടും ഈ അറസ്റ്റിലേക്ക് നടപടികളിലേക്ക് മറ്റ് കേസുകൾ എടുക്കുന്ന നടപടികളിലേക്ക് പോലീസ് ഇതുവരെ പോയിട്ടില്ല. രുചീഷ, നമ്മൾ ഈ ചില ആക്ഷൻ സിനിമകളൊക്കെ കാണുമ്പോൾ അതിലൊരു ചില പഞ്ച് ഡയലോഗുകൾ വരാറുണ്ട്. ട്രെയിലറേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി സിനിമ ബാക്കി കിടക്കണേണ്, അല്ലെങ്കിൽ സിനിമ ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്ന പോലെയാണ് ഈ കേസിലെ. ഇപ്പോൾ തുടക്കം മാത്രമായിട്ടുള്ള ഒരു മഞ്ഞുമലയുടെ തുടക്കമാണിത്. ആനന്ദ്കുമാറിൽ നിന്ന് ഇനി ആരിലേക്കൊക്കെ ഈ കേസ് പോകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ആനന്ദ്കുമാറിൻ്റെ അറസ്റ്റ് അധികം താമസിയാതെ ഉണ്ടാകും. പോലീസ് ഇയാളെ പ്രതിയേർക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും വേണ്ട നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കളിലേക്കും ഇതിൻ്റെ അന്വേഷണം നീണ്ടുപോകേണ്ടതായി വരും. കാരണം അത് സംബന്ധിച്ച കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. മഞ്ഞുമലയിലെ ഒരു പീസ്, ഒരു ചെറിയൊരു കഷ്ണം മാത്രമേ ഈ പിടിയിലായ അനന്തകൃഷ്ണന് ഉണ്ടായിട്ടുള്ളൂ. ശേഷിക്കുന്ന വലിയ ഒരു നിര ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളുടെ എൻട്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കണേണ്. കാത്തു നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതിനുവേണ്ടിയുള്ള ഒരു ടൈമിനുള്ള ഒരു കാത്തിരിപ്പ് മാത്രമാണിത്. എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം പോകുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. കാരണം അതിനുള്ള ഒരു തുടക്കം ഇന്നലെ തന്നെ അനന്തകൃഷ്ണൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തനിക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്, താൻ അതെല്ലാം വെളിപ്പെടുത്തും, തന്നെ ഇവിടെ നിന്ന് രക്ഷിച്ചില്ലെങ്കിൽ താൻ ഇതെല്ലാം വെളിപ്പെടുത്തും എന്നുള്ളൊരു സൂചന രാഷ്ട്രീയക്കാർക്ക് അയാൾ കൃത്യമായി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ കൃത്യമായൊരു നിയമോപദേശമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിയോ അയാൾക്ക് പ്രവർത്തിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം കൃത്യമായ അയാൾ
അവിടെ ഈ ചില സമയങ്ങളിലൊക്കെ പറയുമല്ലോ, നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, അടിക്കേണ്ട സമയത്ത് കൃത്യമായി അടിക്കണമെന്നുള്ളത്. അത് തന്നെയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. കാരണം ഇന്നലെ പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങളാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പണം വാങ്ങിയവരൊക്കെ ഒന്ന് ഭയന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പരമാവധി ഇവൻ്റെ വായിൽ നിന്നും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ ഈ കണക്കിന് ഈ അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ വാ തുറക്കാതിരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാനുള്ള പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ടാകും. എന്തായാലും അനന്തു കൃഷ്ണൻ കൃത്യമായ സൂചന എല്ലാവർക്കും നൽകി കഴിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ആനന്ദ്കുമാറിനെതിരെ ഒരു വിട്ടുവീഴ്ചയ്ക്കും അനന്തകൃഷ്ണൻ തയ്യാറായുമില്ല. ആനന്ദ്കുമാർ വാങ്ങിയ പണത്തിൻ്റെ കൃത്യമായ കണക്ക് അനന്തകൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ രുചീഷ, ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ കൂടുതൽ വാർത്തകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും നമ്മൾ പ്രകടിപ്പിക്കേണ്ടതില്ല. ശരി സഹിൻ, എന്തായാലും അനന്തകൃഷ്ണന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് കൂടുതൽ അന്വേഷണത്തിലേക്ക് അവസാനവട്ട ചോദ്യം ചെയ്യലുകളിലേക്ക് പോലീസ് കടക്കുകയാണ്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.